ഇതാ നമ്മുടെ ട്രോപ്പിക്കൽ മൂവ്മെന്റ്സ് അതുപോലെ നാസ്റ്റിക് മൂവ്മെന്റ്സുമാണ് സസ്യങ്ങളിൽ നടക്കുന്ന പ്രധാന ചലനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കണേ, ഫോട്ടോട്രോപ്പിസം അല്ലെങ്കിൽ പ്രകാശ ട്രോപ്പിക് ചലനം എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ അനുസരിച്ച് പ്ലാന്റ് മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ പ്ലാന്റിലെ സ്റ്റെം പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ് കാണിക്കുക, അതുപോലെ തന്നെ റൂട്ട് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ അവിടെ ഭൂഗുരുത്വാകർഷണം ഗ്രാവിറ്റിക്ക് നേരെയുള്ള ചലനമാണ്. ഹൈഡ്രോട്രോപ്പിസം ജലത്തിന് നേരെയുള്ള ചലനമാണ്. സ്പർശക ട്രോപ്പിക് ചലനം അല്ലെങ്കിൽ ആപ്റ്റോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ അവിടെ ടച്ച് ഒരു സ്പർശനം കൊണ്ടുണ്ടാവുന്ന ചലനമാണ്. രാസട്രോപിക ചലനം കീമോട്രോപിസമാണ്. അവിടെ പോളൻ ട്യൂബ് ജെർമിനേഷന്റെ ചലനമാണ് നിങ്ങൾ കാണുക, പോളൻ ട്യൂബ് ജെർമിനേഷൻ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ എക്സാമ്പിൾ കാണാൻ കഴിയും. അപ്പൊ സ്റ്റെം കാണിക്കുന്നത് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്, നെഗറ്റീവ് ജിയോട്രോപ്പിസം, നെഗറ്റീവ് ഹൈഡ്രോട്രോപ്പിസം ആണ്. റൂട്ട് കാണിക്കുന്നതോ പോസിറ്റീവ് ജിയോട്രോപ്പിസം, പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം, നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. ഇനി ഇത് കൂടാതെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ ചലിക്കുന്നതാണ് നാസ്റ്റിക് മൂവ്മെന്റ് അല്ലെങ്കിൽ നാസിക ചലനം. തൊട്ടാവാടി വാടുന്നത്, ഇൻസെക്ടിവോറസ് പ്ലാന്റ് ഇര പിടിക്കുന്ന ചെടികളുടെ മൂവ്മെന്റ്, അതുപോലെ മുകളം ഉണ്ടാവുന്നത്, പൂ വിരിയുന്നതൊക്കെ നാസ്റ്റിക് മൂവ്മെന്റ് നാസിക ചലനമാണ്. അപ്പൊ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, വളരെ ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.